നബിയുടെ ജാറം എന്ന പേരിൽ പ്രചരിപ്പിക്കുന്ന ചിത്രങ്ങൾ വ്യാജമാണ്, കള്ളമാണ്. പുണ്യ നബിയുടെ പേരിൽ പ്രചരിപ്പിക്കുന്ന ഏറ്റവും വലിയ കള്ളം. അല്ലാഹു അതിനെ തകർക്കുമാറാകട്ടെ. ഫോട്ടോ എടുക്കാൻ ഒരാൾക്കും അതിനകത്തോട്ട് കടക്കാൻ നൂറ്റാണ്ടുകളായിട്ട് കഴിയാത്ത വിധം അത് മതിൽക്കെട്ടുകൾക്കകത്തായിട്ട് എത്രയോ നൂറ്റാണ്ടുകൾ കഴിഞ്ഞു. ചരിത്രം മുഴുവൻ രേഖപ്പെട്ട് കിടക്കുകയാണ്. ഒരു സംശയം പോലും ആർക്കുമില്ലാത്ത വിധം ലളിതമായ മണൽപ്പരപ്പിലാണ് ഈ 3 ഖബറുകളെന്ന് കഴിഞ്ഞ 1400 കൊല്ലം ഇസ്ലാമിക ചരിത്രകാരന്മാർക്കിടയിൽ ഒരഭിപ്രായ വ്യത്യാസവും ഇന്നോളം ഉണ്ടായിട്ടില്ല. അതിലൊരു ഖബർ, ലളിതമായ ഖബർ, ഉമറിന്റെ ഖബർ. ഇനി ഒരു ഖബറിന് ഇടമുണ്ട്. അത് സ്വർഗം കൊണ്ട് സുവിശേഷം അറിയിക്കപ്പെട്ട ഒരു സഹാബിക്ക് വേണ്ടി കരുതി വെച്ചിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ ആ സഹാബിക്ക് ക്ഷണം നൽകി. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന് അബ്ദുറഹ്മാൻ ആ ക്ഷണം നിരസിച്ചു. അവിടെ വന്ന് കിടക്കാൻ മാത്രം ഞാനില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ ഞാനില്ല. ഞാൻ ബഖീയിൽ അബൂ തൽഹയോടൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട് ജീവിതകാലത്ത്. അബൂ തൽഹയുടെ ഖബറിനടുത്ത് തന്നെ എനിക്കൊരു ഖബർ കുഴിച്ചുകൊള്ളാം. അതുകൊണ്ട് ബാക്കി വെച്ച ആ 4ാമത്തെ ഖബറിന്റെ അവകാശി ഖിയാമത്ത് നാളിൽ ദമാസ്കസിൽ സിറിയയുടെ തലസ്ഥാനത്ത് ഏറ്റവും വലിയ ജാമിഅ മസ്ജിദിന്റെ കിഴക്കേ വെള്ളമിനാരത്തിൽ 2 മലക്കിന്റെ ചിറകിന്മേൽ മസീഹ് ഈസ ഇബ്നു മറിയം ഇറങ്ങി വരികയും ഈസ ഇബ്നു മറിയം വിവാഹം ചെയ്യുകയും മക്കളുണ്ടാവുകയും മരണപ്പെടുകയും എന്റെ കൂടെ ഖബറടക്കപ്പെടുകയും എന്നോടൊപ്പം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയും ചെയ്യുമെന്ന് പരിശുദ്ധ റസൂൽ മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹെ മക്ക കെ ജൽവേ മാനാ കെ അച്ഛേ. മക്കയുടെ പ്രകാശം ഉന്നതം തന്നെയാണ്, അത് അംഗീകരിച്ചു. മഗർ ഹേ മദീനേ കി അസ്മത് കെ സദഖേ. പക്ഷേ മദീനയുടെ മഹത്വത്തിന്റെ പുണ്യത്തിലാണത്. ക്യോങ്കി ഇസ്തഹേനെ ഇസ്മരേ മുസ്തഫ സേ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുമായിട്ടാണ് ഇതിനുള്ള ബന്ധമുള്ളതിന്റെ മുസ്തഫയുടെ വ്യക്തിത്വവുമായിട്ടാണ് ബന്ധം. സല്ലല്ലാഹു അലൈഹി വസല്ലം. സുജൂദ് ചെയ്യുമ്പോൾ അറിയാതെ ഒരു മനുഷ്യന്റെ മുമ്പിൽ സുജൂദ് വരരുതേ എന്ന് സൃഷ്ടാവായ യുക്തിമാനായ റബ്ബുൽ ഇസ്സത്ത് റഹ്മാനുർ റഹീമുൽ മലിക്കുൽ ഖുദ്ദൂസുസ് സലാമുൽ മുഅ്മിനുൽ മുഹൈമിനുൽ അസീസുൽ ജബ്ബാർ. ഇസ്ലാമിന്റെ അടിസ്ഥാനം തൗഹീദ്, ഏക ദൈവത്വത്തിന്റെ അസ്തിവാരമില്ലെങ്കിൽ ഈ മതത്തിനെന്ത് അടിത്തറ? ഇത് മുഴുവൻ കർക്കശമായ തൗഹീദല്ലയോ? ഒരേ ഒരു ദൈവം മാത്രം, പ്രാർത്ഥന അവനോട് മാത്രം, ആവലാതി അവനോട് മാത്രം. നിനക്ക് ഉപ്പ് വേണമെങ്കിലും അവനോട് ചോദിക്ക്. നിന്റെ ചെരുപ്പിന്റെ വാറ് പൊട്ടിയാൽ വരെ അല്ലാഹുവിനോട് ചോദിക്ക് എന്ന് പരിശുദ്ധ റസൂൽ. ചെറിയ കാര്യങ്ങൾ റബ്ബിനോട് ചോദിക്കണ്ട എന്ന വേദാന്തത്തിന് 1500 കൊല്ലം മുമ്പ് മറുപടി. ഉപ്പ് പോലും അല്ലാഹുവിനോട് ചോദിക്ക്. ലോകത്തെ ഏറ്റവും വില കുറഞ്ഞ സാധനം ഇന്ന് ഉപ്പാണ്. മാർക്കറ്റിൽ ഉപ്പിന്റെ അത്ര വിലയില്ലാത്തൊരു സാധനം ഒന്നുമില്ല. ഒലൗകാന മിൽഹൻ, അത് ഉപ്പാണെങ്കിൽ പോലും നീ റബ്ബിനോട് ചോദിക്കണം. ചെരുപ്പിന്റെ വാറു പൊട്ടിയാലും അത് നേരെയാക്കാൻ നീ നിന്റെ റബ്ബിനോട് പറയണമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആകാശഭൂമികളെ പരിപാലിക്കുന്ന ഒരു റബ്ബ്, ക്ഷീണമില്ലാത്ത ഒരു റബ്ബ്, മയക്കമില്ലാത്ത ഒരു റബ്ബ്, എന്നെ ഉറ്റുനോക്കുന്ന ഒരു റബ്ബ്, എന്നെ നിരന്തരം നിരീക്ഷിക്കുന്ന എന്റെ റബ്ബ്, എന്നെ പരിപാലിച്ചു പോന്ന എന്റെ റബ്ബ്.